ഹലോ എവ്രി വൺ. നമ്മൾ CA ഫൗണ്ടേഷൻ്റെ BCK സബ്ജക്റ്റാണ് ഇന്ന് പഠിക്കുന്നത്. BCK എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ നോളജ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമാക്കുന്നത്? BCK എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംപ്ലി നോളജ് അബൌട്ട് ബിസിനസ് ആൻഡ് കൊമേഴ്സ് അല്ലെങ്കിൽ ലേണിംഗ് അബൌട്ട് ബിസിനസ് ആൻഡ് കൊമേഴ്സ്, അതാണ് BCK കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ CAക്ക് പഠിക്കുമ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കുറച്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ച് ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ CA ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവും. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ BCK ഇപ്പോൾ പഠിക്കുന്നത്? BCK പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനുള്ള ബെനിഫിറ്റ് എന്താണ്? അതാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് പഠിക്കുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് BCK. ഫസ്റ്റ് വൺ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് എന്തായിരിക്കും വരുന്നത്? നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് ഫേമിൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യലായിരിക്കും നിങ്ങൾ കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്ന വർക്ക്, ഓഡിറ്റിംഗ് വർക്കായിരിക്കും. അതിൽ 2-3% ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഫീൽഡിലേക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് മാറുമായിരിക്കും. പക്ഷേ കൂടുതൽ ആളുകളും ചെയ്യാൻ പോകുന്നത് ഓഡിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളൊരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എന്താ? ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ എന്താണ് ആക്ടിവിറ്റി നടക്കുന്നത്, നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനി എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, അത് റിസോഴ്സസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, അത് ഏത് ഇൻഡസ്ട്രിയിൽ വരുന്ന കമ്പനിയാണ്, അതിലെന്തൊക്കെ ആക്ടിവിറ്റീസ് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ഇതറിഞ്ഞാലല്ലേ ഉള്ളൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യാനോ സാധിക്കുള്ളൂ. ഒരു കമ്പനിയിൽ നടക്കുന്ന വർക്ക് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വരുന്ന വർക്ക് എന്തൊക്കെയാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലും അതിൻ്റെ ബിഹൈൻഡ് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ. നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, ആ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് തൊട്ട് കൺസ്യൂമറുടെ കയ്യിലെത്തുന്നവരെ ഒത്തിരി ആക്ടിവിറ്റീസ് അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ടല്ലോ. മാർക്കറ്റിംഗ് ആവാം, ഓപ്പറേഷൻസിൻ്റെ സെക്ഷൻ ഉണ്ട്, പർച്ചേസ് സെക്ഷൻ, പ്രൊഡക്ഷൻ്റെ സെക്ഷൻ, അങ്ങനെ പല പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നു, അത് ബിസിനസ്സിൻ്റെ കോംപ്ലക്സിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ലോസ് എന്തൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാതെ നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ അതുകൊണ്ടാണ് നിങ്ങൾ BCK പഠിക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്നത്. അതുകൂടാതെ നിങ്ങളൊരു കമ്പനിയുടെ ബുക്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ട്സ് പ്രോപ്പറാണോ, അതിൽ അവർ യൂസ് ചെയ്തേക്കുന്ന ടേംസ് പ്രോപ്പറാണോ, കറക്റ്റായിട്ടാണോ അത് ചെയ്തേക്കുന്നത്, അതിൽ ടാക്സ് പോർഷനോ അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ടിങ് പോർഷനോ അതെല്ലാം അവർ കറക്റ്റായിട്ടാണോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ആ ബിസിനസ്സിനെ അല്ലെങ്കിൽ കൊമേഴ്സിനെ പറ്റി, ആ കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള നോളജ് വേണം. ഇത് പലതരത്തിലുള്ള കമ്പനീസ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും കുറച്ച് ആക്ടിവിറ്റീസ് സെയിം ആയിരിക്കും, കുറച്ച് ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഇതിന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒത്തിരി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പല സാധനങ്ങൾ വാങ്ങിക്കുന്നു, നമ്മുടെ കൺസംഷന് വേണ്ടിയാണെങ്കിലും വാങ്ങിക്കുന്നുണ്ട്. അല്ലാതെ കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, ഇപ്പോൾ പഠിക്കുന്നതിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബിഹൈൻഡ് ആക്ടിവിറ്റീസ്, ഇതിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആ ജോലി, ഓഡിറ്റിംഗ് എന്നുള്ള ജോലി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതിനുവേണ്ടി നിങ്ങൾ BCK അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൂടാതെ തന്നെ നിങ്ങളൊരു കമ്പനിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ പോയി ആ കമ്പനിയുടെ അക്കൗണ്ട്സ് നോക്കിയിട്ട് ഇത് കറക്റ്റാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് പോരും അല്ലല്ലോ നിങ്ങൾ ചെയ്യണം. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? അതിനെന്തൊക്കെ സജഷൻസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ പോയിൻറ്റ്സ് അവർ റെക്ടിഫൈ ചെയ്യണം, അവർക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, വേറെ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, അതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അവർ ഒരു ബിസിനസ് ഫേം പ്രോപ്പറായിട്ടാണോ സൊസൈറ്റിയുടെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതെല്ലാം നിങ്ങളും കൂടെ ചെക്ക് ചെയ്യേണ്ടതല്ലേ. കാരണം നിങ്ങളൊരു പ്രൊഫഷണൽ ഡിഗ്രി ഹോൾഡറാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് സൊസൈറ്റി കുറേ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് കറക്റ്റായിരിക്കും. അതായത് സാധാരണ ഒരു അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ഒരാൾ വെറുതെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഒരു അക്കൗണ്ട്സോ ഡീറ്റെയിൽസോ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതും അത് ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞുള്ളൊരു അക്കൗണ്ട്സിനും തമ്മിൽ അതിൻ്റെ വാല്യൂവിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഓഡിറ്റഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അതിൻ്റേതായ വാല്യൂ ഉണ്ട്. സോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സൊസൈറ്റി കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സൊസൈറ്റിയുടെ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് അഡ്വൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് കറക്റ്റ് ആയിരിക്കും, അത് ട്രൂത്ത്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളായിട്ട് നിങ്ങളത് ചെയ്യുമെന്നെല്ലാം സൊസൈറ്റി നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ
BCK അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവാൻ പോകുന്ന നിങ്ങൾ BCK പഠിക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇമ്പോർട്ടൻസ് ഓഫ് BCK എന്താണെന്ന്. നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൊമൈൻസ് ഓഫ് BCK. ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫൈഡ് സ്ഫിയർ ഓഫ് നോളജ് അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഒരു സബ്ജക്റ്റിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് നോളജ് ആയിട്ടാണെങ്കിലും നമ്മൾക്ക് BCKയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ BCKയുടെ ഫീച്ചേഴ്സ് ഫസ്റ്റ് വൺ, BCK ഈസ് വാസ്റ്റ്. BCK ഈസ് വാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു BCKയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ ഒരു ഐറ്റം, എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം ആണെങ്കിലും ഒരു വലിയ ഐറ്റം ആണെങ്കിലും അതിൻ്റെ പുറകിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അത്രയും ആക്ടിവിറ്റീസ് ഈ ചെറിയൊരു പ്രൊഡക്റ്റിൻ്റെ പുറകിലുണ്ടോ എന്ന് പോലും നമ്മൾ അതിശയിച്ചു പോകും. അത്രയും ആക്ടിവിറ്റീസ് ആ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ അത് കൺസ്യൂമറുടെ കയ്യിൽ എത്തിക്കുന്നത് വരെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഡസ്ട്രീസും ഉണ്ട്. ഇപ്പോൾ ഫാർമ ഇൻഡസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രി, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി, ഹാർഡ്വെയർ ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി, അങ്ങനെ പല തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ബിസിനസ് നടക്കുന്നുണ്ട്, ബിസിനസ് ആൻഡ് കൊമേഴ്സ് നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഇൻഡസ്ട്രിയെ പറ്റിയും പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. സെയിം ഇൻഡസ്ട്രി തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ, അതായത് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ തന്നെ പല കമ്പനീസിൽ നടക്കുന്ന അക്കൗണ്ട്സോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ എല്ലാം സെയിം ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ചെറിയ റൂമിൽ ഒരു തുണിക്കട നടത്തുന്നു എന്ന് വയ്ക്കാം. ഒരു റൂമിൽ ഒരു ഓണറും ഒരു സ്റ്റാഫും വെച്ചിട്ട് തുണിക്കട നടത്തുന്നു. അവരെന്താ ചെയ്യുന്നത്? അവർ ഡ്രസ്സസ്, തുണികൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ മോളിലും തുണിക്കട നടത്തുന്നു. അവരും എന്താ ചെയ്യുന്നത്? ഡ്രസ്സ് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരുടെയും അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ ഓപ്പറേഷൻ രീതിയെല്ലാം ഒരുപോലെ ആയിരിക്കുമോ? ആയിരിക്കില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ BCK ഈസ് വാസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അതിൽ ഒത്തിരി ആക്ടിവിറ്റീസ് വരും, വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് അതിൽ ഇൻവോൾവ് ആണ്. നെക്സ്റ്റ് വൺ, BCK ഈസ് എലക്ട്രിക് അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി. BCKയിൽ പല ഡിസിപ്ലിൻസിൻ്റെ ഗുണങ്ങൾ നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് ഇതിൽ BCKയിൽ വരുന്നുണ്ട്. അതായത് BCK എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ബിസിനസ് മാത്രമോ അല്ലെങ്കിൽ ജസ്റ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ഗുഡ്സ് സെല്ല് ചെയ്യുക, അതല്ല BCK കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞതിൽ വരുന്നത് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനും സെല്ലിങ്ങും അല്ലാതെ അതുകൂടാതെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ബിസിനസ്സിൽ കൺസ്യൂമർ ബിഹേവിയർ അറിയണം, പേഴ്സണൽ ബിഹേവിയർ അറിയണ്ടേ. അപ്പോൾ പേഴ്സണൽ ബിഹേവിയർ ബിസിനസ്സിൽ വരുന്നതല്ലോ, അത് വേറെ സബ്ജക്റ്റിൽ നിന്ന് വരുന്നതല്ലേ. മാർക്കറ്റിംഗ് അറിയണം, അക്കൗണ്ട്സ് അറിയണം, ഓപ്പറേഷൻസ് അറിയണം, ഇങ്ങനെ പല കാര്യങ്ങൾ ബിസിനസ്സിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BCK എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറിയാണ്. അതിൽ പല സബ്ജക്ട്സിൽ നിന്നോ അല്ലെങ്കിൽ പല ഡിസിപ്ലിൻസിൽ നിന്നുള്ള നോളജ് അല്ലെങ്കിൽ കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ BCKയിൽ വരുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതല്ല എങ്കിൽ കൂടെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. സുഖമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാ ഡിസിപ്ലിൻ്റെ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് BCKയിൽ. പല ഡിസിപ്ലിൻസിൽ നിന്നുള്ള ഇതെടുത്തിട്ടാണ് അതിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് എടുത്തിട്ടാണ് നമ്മൾ BCKയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ അറിയണം, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഡീല്, എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റിന് പോകുമ്പോഴൊക്കെ നമ്മൾ ആളുകളുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, രീതികൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതതിൽ വരുന്നുണ്ട്, മാർക്കറ്റിംഗ് വരുന്നുണ്ട്, അങ്ങനെ പല ആക്ടിവിറ്റീസ് BCKയിൽ ഇൻവോൾവ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി. ദെൻ നെക്സ്റ്റ് വൺ, BCK ഈസ് എവർ ഇവോൾവിങ് ആൻഡ് എക്സ്പാൻഡിങ്. അതായത് നിങ്ങൾ ഇപ്പോൾ പണ്ടത്തെ ബിസിനസ്സും ഇപ്പോഴത്തെ ബിസിനസ്സും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് എങ്ങനെയാണ്, ഒരു 10-15 വർഷം മുമ്പ് ബിസിനസ് നടന്നിരുന്നത് എങ്ങനെയാണോ അങ്ങനെയാണോ ഇപ്പോഴത്തെ ബിസിനസ് നടക്കുന്നത്? അല്ല, ഒത്തിരി ചേഞ്ചസ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ എപ്പോഴും ചേഞ്ചസ് ബിസിനസ്സിൽ വന്നുകൊണ്ടിരിക്കും. പഴയ നോളജ് മാത്രം നമ്മൾ വച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. സോ ബിസിനസ്സിലും അതുപോലെ തന്നെയാണ്. നമ്മളെപ്പോഴും പുതിയ നോളജ് അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് അത് ബിസിനസ്സിൽ വരും, പുതിയ കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. ബിസിനസ് വല്ലാതെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്പാൻഡ് ചെയ്യാൻ മാത്രമല്ല, പുതിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്. ഇപ്പോൾ നേരത്തെ സോഷ്യൽ മീഡിയ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല, ഓൺലൈൻ ബിസിനസ് ഉണ്ടായിരുന്നില്ല. നേരത്തെ നമ്മൾ ഷോപ്പിൽ കൂടെ മാത്രമാണ് സാധനങ്ങൾ മേടിക്കുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊറോണ വന്ന സമയത്താണെങ്കിൽ കൂടെ ആളുകൾ, ഇപ്പോൾ കടകളെല്ലാം അടച്ചിട്ടപ്പോൾ
കുറേ ഷോപ്പ്സുകാർ ആളുകൾക്ക് വീട്ടിൽ സാധനം ഡെലിവറി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനു മുമ്പ് അവർ ചെയ്തിട്ടില്ലാത്തത് അവരൊരു പുതിയ മേഖലയിലോട്ട് അത് കടക്കുവാണ്. അവർ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു. അപ്പോൾ ആളുകൾക്ക് കൊറോണ ടൈമിൽ പുറത്തു പോകാൻ പേടിയായിട്ട് അല്ലെങ്കിൽ മടിയായിട്ട് നിന്നപ്പോൾ സാധനങ്ങൾ വീട്ടിലെത്തുമ്പോൾ അവരത് മേടിക്കും. സോ ഈ കടക്കാരന് സാധനങ്ങൾ വിറ്റുപോകും, അദ്ദേഹത്തിന് അത്ര സാധനം വിറ്റുപോകും, പ്രോഫിറ്റും കിട്ടും, വീട്ടുകാർക്ക് വീട്ടിൽ സാധനം കിട്ടും. അപ്പോൾ 2 കടകൾ അടുത്തടുത്തുണ്ടെങ്കിൽ ഒരാൾ ഹോം ഡെലിവറി ചെയ്യും, മറ്റേ ആളുടെ നമ്മൾ കടയിൽ പോയി തന്നെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നോർമലി ഇതുപോലെയുള്ള പീരീഡിൽ ആളുകൾ എന്താ ചൂസ് ചെയ്യുന്നത്? വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതല്ലേ ചൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ബിസിനസ്സിൽ എപ്പോഴും ചേഞ്ചസ് വരുവാണ്. അതുപോലെ നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ട്രേഡിനെ പറ്റി അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിനെ പറ്റി ഒരു 20-25 വർഷം മുമ്പ് നമ്മൾ ആലോചിക്കുമായിരുന്നു. ഇതിപ്പോൾ വീട്ടിലിരുന്ന് ജസ്റ്റ് നമ്മുടെ ഫോണിൽ ആമസോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലിപ്കാർട്ടോ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റിൽ നമ്മൾ ജസ്റ്റ് ഫോണിൽ ബുക്ക് ചെയ്യുന്നു, സാധനം വീട്ടിൽ വരുന്നു. ക്യാഷ് എല്ലാം നമ്മൾ ഓൺലൈനാണ് ചെയ്യുന്നത്. നമ്മളതിന് പുറത്ത് പോകുകയോ സെലക്ട് ചെയ്യുകയോ കറങ്ങി നടക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സോ അങ്ങനെ ബിസിനസ്സിൽ പുതിയ ചേഞ്ചസ് വരുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു. അതനുസരിച്ച് BCKയിൽ നമ്മൾ ബിസിനസ്സിൽ മാറുന്നതനുസരിച്ച് BCK അത്ര എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. അതിൽ പുതിയ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ പുതിയ ചേഞ്ചസ് വരുന്നത് അതേപടി ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടാലേ ഉള്ളൂ ബിസിനസ്സിന് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ അതാണ് 3 പോയിന്റ്. BCK ഈസ് വാസ്റ്റ്, BCK ഈസ് എലക്ട്രിക് ആൻഡ് BCK ഈസ് എവർ ഇവോൾവിങ് ആൻഡ് എക്സ്പാൻഡിങ്. ഇത് 3ഉം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ നോർമലി നമ്മളുടെ സൊസൈറ്റിയിൽ ആളുകൾ അവരുടെ പലതരത്തിലുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി പല ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതിൽ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയാണ്. ചില ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത് ഇൻകം ഏൺ ചെയ്യാനല്ല, നമ്മളൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ നമ്മൾക്കൊരു സിമ്പതി, സ്നേഹം, അങ്ങനെ നമ്മൾക്കുള്ളൊരു ഇമോഷണൽ ഫീലിങ്സിൻ്റെ പുറത്താണ് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. നമ്മൾ മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് ക്യാഷായിട്ടാവാം, ക്യാഷായിട്ടല്ലാതെ കൈൻഡായിട്ടും ആവാം. കൈൻഡായിട്ടെന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും സാധനങ്ങളായിട്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ സെയിം കാര്യം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുമ്പോഴും അല്ലാതെ ചെയ്യുമ്പോഴും അത് രണ്ടും 2 ടൈപ്പ് ആക്ടിവിറ്റി ആവുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിന് വേണ്ടിയോ കസിൻസിന് വേണ്ടിയോ ഞാൻ വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യുന്നു. അതെന്ത് ആക്ടിവിറ്റിയാണ്? അത് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം അതിൽ നിന്ന് ഞാൻ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ വീട്ടിൽ ആൾ വരുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള പാരൻസിനോ അവർക്ക് വേണ്ടി ഞാൻ ഒരു ഇമോഷണൽ ഇതുകൊണ്ട് ഞാൻ അവർക്ക് ഫുഡ് കുക്ക് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ അമ്മ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സിസ്റ്റർ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ അമ്മ ഫുഡ് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണോ? നിങ്ങൾ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ടോ? പൈസ തരാമെന്ന് അമ്മയോട് പറഞ്ഞാൽ അമ്മ നിങ്ങളെ ചൂലെടുത്തടിക്കും. അപ്പോൾ അതുപോലെ അമ്മ ആ പൈസയ്ക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരുന്നത്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. പിന്നെ അമ്മ നോക്കുമ്പോഴത്തേക്കും അടുത്തത് വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യാനുള്ളത് അമ്മ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അമ്മ വിചാരിക്കുന്ന പാവം എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പട്ടിണി കിടക്കുമല്ലോ. പിന്നെ അടുത്ത ഓപ്ഷൻ അച്ഛനാണ്. അപ്പോൾ അച്ഛനെ കൊണ്ട് കുക്ക് ചെയ്യുന്നതിലും ഭേദം ഞാൻ തന്നെ കുക്ക് ചെയ്യുന്ന ആണല്ലോ എന്ന് അമ്മ വിചാരിക്കും. അത്രയും കോൺസിക്വൻസസ് ഫേസ് ചെയ്യണ്ടല്ലോ. സോ അങ്ങനെ അമ്മ ഫുഡ് കുക്ക് ചെയ്യുന്നു. നേരെ മറിച്ച് നിങ്ങളുടെ അമ്മ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുകയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ അമ്മ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കുക്ക് ചെയ്ത് ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ അതെന്താവും? അത് എക്കണോമിക് ആക്ടിവിറ്റി ആയി. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മളുടെ വീട്ടിലേക്ക് പേഴ്സണൽ യൂസിന് ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ അത് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പക്ഷേ നമ്മളൊരു റെസ്റ്റോറൻറ്റ് നടത്തുവാണ്, നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് പുറത്തുള്ളവർക്ക് സെല്ല് ചെയ്യുവാണെങ്കിൽ അത് എക്കണോമിക് ആക്ടിവിറ്റി ആയി. കാരണം എന്താ? അത് നമ്മൾ പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇൻ റിട്ടേൺ നമ്മൾ മണി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആയി. അതുപോലെ തന്നെ സെയിം ആക്ടിവിറ്റി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നനുസരിച്ച് മാറും. ഇപ്പോൾ ഒരു ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്നു, അത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്, കാരണം സാലറി കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് ആ ടീച്ചർ വീട്ടിൽ ടീച്ചറിൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത് ഒന്നും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടല്ലോ, ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും സാലറിയോ എമൗണ്ടോ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണോ? അല്ല. സോ അത് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടല്ലോ.
ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്നു, ഞാൻ എന്തെങ്കിലും ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നു, ഇതെല്ലാം നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. നേരെ മറിച്ച് ഞാൻ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നു, ഞാൻ അല്ലെങ്കിൽ ഒരു ടീച്ചർ, ഒരു ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, ഇതെല്ലാം എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം അതിനെല്ലാം റിട്ടേൺ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. സാലറി ആയിട്ടോ വേജസ് ആയിട്ടോ പ്രോഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫീസായിട്ടോ അതെല്ലാം എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സെയിം ആക്ടിവിറ്റി തന്നെ നമ്മൾ ഏത് ആസ്പെക്റ്റിലാണ് ചെയ്യുന്നതനുസരിച്ച് എക്കണോമിക്കോ അല്ലെങ്കിൽ നോൺ എക്കണോമിക്കോ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ. ഫസ്റ്റ് വൺ ഇൻകം ജനറേറ്റിംഗ് ആണ്. ഇൻകം ജനറേറ്റിംഗ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ, ഒരു മണി അല്ലെങ്കിൽ റിട്ടേൺ എന്തെങ്കിലും നമുക്ക് റിവാർഡ് കിട്ടുന്ന ആക്ടിവിറ്റി, ഒരു ഇൻകം കിട്ടുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് ക്യാഷായിട്ട് തന്നെ വേണമെന്നില്ല, ക്യാഷായിട്ടോ മറ്റെന്തെങ്കിലും സാധനങ്ങളായിട്ട് വരാം. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ ക്ലാസ്സിൽ സ്റ്റുഡൻസിന് തോന്നുവാണ്, എന്തായാലും മാഡം ഞങ്ങൾ പഠിപ്പിക്കുന്നതല്ലേ, എന്നാൽ മാഡത്തിന് നാളെ ഒരു ആപ്പിൾ 12 ഫോൺ കൊടുത്തേക്കാം. അപ്പോൾ എനിക്ക് അവർ ക്യാഷായിട്ട് ഫീസ് തന്നില്ല. അപ്പോൾ അവർ പഠിച്ചു, അവർ CA പാസ്സായി, അല്ലെങ്കിൽ അവർ MCOMോ അല്ലെങ്കിൽ MBAയോ എന്തെങ്കിലും പാസ്സായി, അതിൻ്റെ സന്തോഷത്തിൽ അവരെനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരുന്നു. ഗിഫ്റ്റ് മീൻസ് എന്തെങ്കിലും വാല്യൂ ഉള്ളൊരു സാധനം. അപ്പോൾ അത് തന്നപ്പോൾ ഞാൻ ക്യാഷായിട്ട് അവരുടെ കയ്യിൽ നിന്നൊന്നും മേടിച്ചില്ല, പക്ഷേ എനിക്ക് കൈൻഡായിട്ട് വേറൊരു ഐറ്റമായിട്ട് അതിന് റിട്ടേൺ കിട്ടി. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ, മറ്റേ ആപ്പിൾ 12 ഫോണിൻ്റെയൊക്കെ കാര്യം എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യം, വേറെ എന്തെങ്കിലും ബിസിനസ്, അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കോൺട്രാക്ടറെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു എന്ന് വയ്ക്കുക. അപ്പോൾ ആ കോൺട്രാക്ടർ പറയണം, ഓക്കെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ, ഞാൻ എൻ്റെ പുതിയ പണിയുന്ന ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റ് നിങ്ങളുടെ പേരിൽ ഞാൻ എഴുതി തരാം. അപ്പോൾ നിങ്ങൾ ആ ചെയ്ത ആക്ടിവിറ്റിക്ക്, ആ കോൺട്രാക്ടർക്ക് നിങ്ങൾ ചെയ്ത സർവീസ്, നിങ്ങൾ കുറേ സർവീസസ് പ്രൊവൈഡ് ചെയ്തതുകൊണ്ടാണല്ലോ അദ്ദേഹം നിങ്ങൾക്കൊരു റിട്ടേൺ ആയിട്ടൊരു റിവാർഡ് തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ടാണോ കിട്ടിയത്? അദ്ദേഹം നിങ്ങൾക്ക് ക്യാഷ് തന്നില്ല, പക്ഷേ അതിനൊരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടി. സോ അതാണ് ക്യാഷ് ഓർ കൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷായിട്ട് തന്നെ വേണമെന്നില്ല, ക്യാഷിന് പകരം മറ്റെന്തെങ്കിലും ഐറ്റംസ് ആയിട്ടും നമുക്ക് റിവാർഡ് അല്ലെങ്കിൽ റിട്ടേൺ അല്ലെങ്കിൽ ഇൻകം കിട്ടാം. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റിയെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. നെക്സ്റ്റ് വൺ, എക്കണോമിക് ആക്ടിവിറ്റി പ്രൊഡക്റ്റീവ് ഇൻ നേച്ചറാണ്. അതിലെന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകും. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയേഷൻ ഓഫ് നീഡ് സാറ്റിസ്ഫൈങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതെന്തിനു വേണ്ടിയാണ് നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ആരും യൂസ് ചെയ്യാത്ത, ആർക്കും വേണ്ടാത്തൊരു ഗുഡ്സ് ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമോ? ആർക്കും വേണ്ടാത്തൊരു സാധനമാണെന്ന് വയ്ക്കുക, അത് ആരെങ്കിലും കഷ്ടപ്പെട്ട് റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഉള്ള അവരുടെ പൈസയൊക്കെ സ്പെൻഡ് ചെയ്ത് ഏതെങ്കിലും ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുമോ? ഇല്ല. അപ്പോൾ ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴും എന്തിനു വേണ്ടിയാണ്? അതിന് ഒരു നീഡ്സ് ഉള്ളതുകൊണ്ടാണ്. ആ ഗുഡ്സ് വാങ്ങിക്കാൻ ആരെങ്കിലും ആവശ്യക്കാരുള്ളപ്പോഴാണ് നമ്മളെപ്പോഴും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിലോ, പ്രൊഡക്റ്റീവായിട്ട് നമ്മളെന്തെങ്കിലും പുതിയ ഇന്നോവേഷൻസ് ചെയ്യുന്നു, പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചെയ്യുന്നു, അഗ്രികൾച്ചറിലൊക്കെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ഐറ്റംസ് യൂസ് ചെയ്യുന്നു. അതുപോലെ ഏത് ആക്ടിവിറ്റി ആണെങ്കിലും, ബിസിനസ് ആണെങ്കിലും, ഏത് ടൈപ്പ് ഇൻഡസ്ട്രി ആണെങ്കിലും പുതിയ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ റിട്ടേൺ, നമുക്കതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിയിൽ വരും. കാരണം എക്കണോമിക് ആക്ടിവിറ്റി എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കും, പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയായിരിക്കും. അതിൽ ഇപ്പോൾ കൂടുതൽ ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് വരാം. പ്രൊഡക്ഷൻ വരാം, പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് മാർക്കറ്റ് ചെയ്യണം, അതിൻ്റെ അക്കൗണ്ട്സ് നോക്കണം, അതിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യണം, പല ആക്ടിവിറ്റീസ് വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. കൺട്രിയുടെ GDPയിൽ അത് ആഡ് ചെയ്യും, കൺട്രിയുടെ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യും. സോ പ്രൊഡക്ഷൻ ഒരു കൺട്രിയിൽ നടക്കുന്നത് എപ്പോഴും ആ രാജ്യത്തിന് വളരെ നല്ലതാണ്. സോ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് ഇറ്റ് ഈസ് പ്രൊഡക്റ്റീവ് ഇൻ നേച്ചർ. ഇനി നെക്സ്റ്റ് വൺ, കൺസംഷൻ ഈസ് ഓൾസോ ആൻ എക്കണോമിക് ആക്ടിവിറ്റി. എന്തുകൊണ്ടാണ് കൺസംഷൻ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ പറഞ്ഞതാണ്, ആളുകൾ കൺസ്യൂം ചെയ്താലേ, ആളുകൾ യൂസ് ചെയ്താലേ ഉള്ളൂ പിന്നെയും പ്രൊഡക്ഷൻ നടക്കുള്ളൂ. എന്നാലേ ഉള്ളൂ ഏത് ബിസിനസ് ആണെങ്കിലും ഏത് ഗുഡ്സ് ആണെങ്കിലും അവർ കൂടുതൽ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. കൺസംഷനെ ബേസ് ചെയ്തല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ
ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൂടുതൽ കൺസംഷനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഡിമാൻഡിനെ ബേസ് ചെയ്ത് നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കൺസംഷൻ കൂടുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രിയുടെ GDP കൺട്രിയുടെ ഗ്രോത്തിനെ അത് ഹെൽപ്പ് ചെയ്യും. കൺസംഷൻ കൂടുമ്പോൾ അതനുസരിച്ച് പ്രൊഡക്ഷൻ കൂടും. അതിൽ നിന്ന് കൂടുതൽ ടാക്സ് അല്ലെങ്കിൽ കൂടുതൽ റവന്യൂസ് ഗവൺമെൻറ്റിന് കിട്ടും. ടാക്സ് ആയിട്ടും മറ്റു പല രീതിയിൽ റവന്യൂസ് കിട്ടും. നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ടാക്സ് അല്ലെങ്കിൽ അതൊക്കെ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല പല രീതിയിൽ അത് GDPയുടെ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ കൺട്രിയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റിയും അതെല്ലാം എന്താണ് അപ്പോൾ അത് എക്കണോമിക് ആക്ടിവിറ്റിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് കൺസംഷനും എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് തന്നെ കണക്ക് കൂട്ടുന്നത്. കാരണം കൂടുതൽ കൺസംഷൻ നടക്കുന്നതനുസരിച്ചാണ് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. അത് നമ്മുടെ കൺട്രിയെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുവാണ്. കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ട് ഒരു കൺട്രിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരില്ലല്ലോ. കൺട്രിക്ക് അത്രയും ബെനിഫിറ്റ്സ് ആണ് കൂടുന്നത്. സോ കൺസംഷനും നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി 4th പോയിന്റ്, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വെൽത്ത് ദാറ്റ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് ഇൻകം കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോയി നമ്മൾക്ക് സാലറി കിട്ടി. നമ്മൾ ആ എമൗണ്ട് സാലറി കിട്ടുമ്പോൾ ആ എമൗണ്ട് ഫുള്ളായിട്ട് അങ്ങ് മാറ്റി വയ്ക്കുകയോ ഒന്നുമല്ലല്ലോ. നമ്മൾ ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യുകയില്ല. നമ്മൾ കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്യും നമ്മുടെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മേടിക്കാൻ. അതിൻ്റെ ബാക്കി അൺപെയ്ഡ് എമൗണ്ട്, നമുക്ക് കിട്ടിയ അൺപെയ്ഡ് ഇൻകമാണ് നമ്മൾ സേവിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് സേവിങ്സ് ആയിട്ടാണെങ്കിൽ സേവിങ്സ് ആയിട്ട് പല പല ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ. ചിലപ്പോൾ ഗോൾഡ് ആവാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ FDs ആവാം, അല്ലെങ്കിൽ RDs ആവാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആവാം, ബോൺസ് ആവാം, അങ്ങനെ ഡിബഞ്ചേഴ്സ് ആവാം. അങ്ങനെ പല പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏത് എമൗണ്ടാണ്, നമുക്ക് കിട്ടിയ അൺപെയ്ഡ് ആയിട്ടുള്ള ഇൻകമാണ് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെൽത്ത് ക്രിയേഷന് വേണ്ടി നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ചെയ്യാം. നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ എമൗണ്ട് എല്ലാം പല പല രീതിയിൽ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ FD ഇടുവാണെങ്കിൽ ആ FD ബാങ്കുകാർ അത് അവിടെ തന്നെ വച്ചേക്കുമല്ലോ. അത് അവർ വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആവാം, മറ്റ് മേഖലകളാവാം. അപ്പോൾ അതെല്ലാം ആ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിയുടെ അണ്ടറിലാണ് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് വൺ, ഇൻകം ജനറേറ്റിംഗ് ആയിരിക്കണം. അത് ക്യാഷ് ആയിട്ടല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇൻകം ജനറേറ്റിംഗ് അല്ലെങ്കിൽ റിവാർഡ് ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കും. പിന്നെ അത് പ്രൊഡക്റ്റീവ് ഇൻ നേച്ചറാണ്. അതിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ നമ്മളെപ്പോഴും എക്കണോമിക് ആക്ടിവിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് ഇൻകം കൂട്ടുന്നതാണ്. നമ്മുടെ ഇൻകം അല്ലെങ്കിൽ റവന്യൂ കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇനി കൺസംഷൻ ഈസ് ഓൾസോ ആൻ എക്കണോമിക് ആക്ടിവിറ്റി. കൺസംഷൻ കൂടിയാലേ പ്രൊഡക്ഷൻ കൂടുള്ളൂ. സോ പ്രൊഡക്ഷൻ കൂടിയാലേ കൺട്രിക്ക് ഡെവലപ്മെൻറ്റിന് കൂടുതൽ സഹായിക്കുള്ളൂ. നമ്മളതുകൊണ്ട് കൺസംഷനെയും എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടാണ് പറയുന്നത്. പിന്നെ സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വെൽത്ത് ഈസ് ഓൾസോ ആൻ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ വെൽത്ത് ക്രിയേഷനോ എല്ലാം ചെയ്യുമ്പോൾ നമ്മളുടെ പൈസ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് യൂസ് ആവുന്നുണ്ട്. സോ അതുകൊണ്ടും നമ്മളിതിനെ എക്കണോമിക് ആക്ടിവിറ്റിയിലാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും ടോപ്പിക്ക് മതി. എല്ലാം കൂടെ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആണല്ലോ. നമുക്ക് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ച് പഠിക്കാതെ ബിസിനസ് ജേർണൽസോ അല്ലെങ്കിൽ ബിസിനസ് മാഗസീൻസോ എല്ലാം കൂടെ നിങ്ങളൊന്ന് വായിക്കുക. അതൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നെറ്റിൽ നിന്നാണെങ്കിലും ജസ്റ്റ് നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടുമല്ലോ. അപ്പോൾ സൈറ്റിൽ നിന്നൊക്കെ ജസ്റ്റ് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്നോവേഷൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർച്യൂൺ കമ്പനീസിൻ്റെ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനോ ആൻസർ ചെയ്യാനോ സാധിക്കും. അപ്പോൾ BCK ഫുൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുവാണെങ്കിൽ അതിൻ്റെ പോർഷൻസ് അത് ഏത് രീതിയിലാണ് വരുന്ന സബ്ജക്റ്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. പിന്നെ കുറച്ച് ടേംസ് നിങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഇത് മനസ്സിലാക്കുള്ളൂ. വലിയ പാടൊന്നുമില്ല. സോ നന്നായിട്ട് പഠിക്കുക, ബുക്ക് വായിക്കുക. താങ്ക് യു വെരി മച്ച്.